ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നിതാ ഒരു കിറ്റിലെ മന്തീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെരി പെരി മന്തിയാണ്. നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കിറ്റിലെ മന്തിയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെ ഇതൊന്ന് ചെയ്തതെന്ന് കാണാം. അപ്പോൾ ഞാനിതാ ചിക്കൻ നല്ലോണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ നല്ലോണം വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫുള്ള് ചിക്കൻ ഇല്ല, 3/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഉണക്കമുളക് 15 എണ്ണമാണ് എടുത്തത്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു വെള്ളം നല്ലോണം കൈകൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലയ്ക്ക് വേണ്ടിയിട്ട് പുതിനയും അതുപോലെ തന്നെ മല്ലിയിലയാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയാണ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് മസാലയായിട്ട് മാഗി ക്യൂബിൻ്റെ ഒരു പീസാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. പൗഡർ ഇല്ലെങ്കിൽ ചെറിയ ജീരകം അങ്ങനെ ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം തന്നെ നമുക്കൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ചോറിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ നമ്മൾ മാറ്റി വെക്കുന്നത്. ബാക്കിയുള്ള മസാല നമുക്ക് ചിക്കനിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഉള്ളിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലോണം തന്നെ തേച്ച് പിടിപ്പിക്കണം. കുറച്ച് സമയം നമ്മൾ ഇതൊന്ന് ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. നല്ല എരിവുണ്ടാകും. ലാസ്റ്റ് എൻ്റെ കൈ നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയതാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നിങ്ങൾ തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ 1 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ട് 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി എടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെക്കണം. 1 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. അപ്പോൾ ഇത് സെല്ലാ ബസ്മതി റൈസാണ് ഞാൻ എടുത്തത്, മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ 1 മണിക്കൂർ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണ എടുക്കരുത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും പിന്നെ ഓയിലൊക്കെ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമ്മുടെ ചിക്കൻ നല്ലോണം ഉള്ളൊക്കെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടുക. വലിയ പീസായത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഈ ഒരു ചിക്കന് നമുക്ക് വെന്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സമയം എടുത്തിട്ട് വേണം ഈ ഒരു ചിക്കൻ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നിങ്ങളിത് ഈ ഒരു ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഓയിൽ തന്നെയാണ് നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറോ ഏതെങ്കിലും കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ കുക്കർ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് മതിയാവാതെ വന്നാൽ നമുക്ക് വീണ്ടും ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. ഈ ഒരു ഓയിലിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഓയിലുണ്ട്. ഏകദേശം 3-4 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ഒരു ഡ്രൈ ലെമണ്, പിന്നെ കുരുമുളക്, അതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഒരു ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് വാടി വരണം. ഉള്ളി ഈ ഒരു രീതിയിലായിട്ട് വരണം. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയാണ്, വലിയ വെളുത്തുള്ളിയാണ്. അപ്പം 3 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കീറിയിട്ടിട്ടില്ല, അപ്പാടെ തന്നെ ഇട്ട് കൊടുത്തതാണ്. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബിൻ്റെ ഒരു പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ചിക്കൻ്റെ ഈ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാഗി ക്യൂബിൻ്റെ ഒരു പീസ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഒരു പീസ് ക്യൂബും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടിയാണ് നമുക്ക് ചേർക്കാനുള്ളത്, തക്കാളിയാണ്. തക്കാളി നല്ലോണം ഒരു തക്കാളി എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സിയിൽ അരക്കുന്ന സമയത്ത് ഈ ഒരു തക്കാളിയുടെ പച്ച ചുവ മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് നല്ലോണം തന്നെ ഈ ഒരു തക്കാളി ഈ ഒരു എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് റൈസാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഞാനിപ്പം 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പം ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുതിർത്തി വെച്ചിട്ടുള്ള റൈസ് നമുക്കിതാ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നല്ലോണം വെട്ടി തിളച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയത്തിലാക്കി കൊടുക്കാം. എന്നിട്ട് റൈസും അതുപോലെ തന്നെ വെള്ളവും ലെവലായി വരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു അടപ്പ് വെച്ചിട്ട് അടക്കുന്നത്. അതുവരെ അടക്കാതെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. വിസിൽ വെക്കുന്നില്ല. നമ്മൾ സാധാ പാത്രമാണ് എടുക്കുന്നത്, ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കുക്കറാകുമ്പോൾ നമുക്ക് നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 7 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കർ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇപ്പം നല്ല കറക്റ്റായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കനിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഈ ഒരു കുറച്ച് മസാല ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലി അതുപോലെ തന്നെ പുതിന കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഉള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ഫ്രൈ ചെയ്തെടുത്തതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഈ ഒരു സ്റ്റെപ്പ്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടതൊരു കാര്യമാണ്. ഒരു പാത്രം വെക്കുക, ഒരു ഫോയിലോ പാത്രമോ നിങ്ങൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം പുക വരും. ആ ഈ ഒരു സമയത്ത് നമുക്കിത് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് റൈസിൻ്റെ മുകളിലുള്ള ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സ് ചെയ്താൽ നമുക്ക് റൈസ് പൊട്ടാതെ നല്ല രീതിയിൽ കിട്ടും. ഇതിപ്പോൾ ഇതാ റൈസൊക്കെ കറക്റ്റ് വേവാണ്. അപ്പോൾ നല്ല കിടില മന്തിയാണ്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു മന്തി ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു മന്തി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. എന്നിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. അപ്പോൾ ഇതാ നമ്മുടെ മന്തിയൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ മോനും എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. 4, 5. എങ്ങനെയുണ്ട് ചോറ്?